അച്ഛാ ക്യാരക്ടർ വിട്ടോ. അച്ഛൻ ഇപ്പോഴും സ്റ്റാൻഡ് ടീച്ചർ. അച്ഛൻ ഇങ്ങനെ അച്ഛൻ ആ ബോർഡറിലാ നിൽക്കുന്നത് ഇന്ത്യയുടെ. അച്ഛന്റെ ശബ്ദം പട്ടാളത്തിലായിരുന്നു. എനിക്ക് തോന്നി, 17 വർഷം. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചത്. ബിക്കോസ് ആ സല്യൂട്ട് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അത്രയും പെർഫെക്റ്റ്. താങ്ക് യു സർ. പട്ടാളത്തിലായിരുന്നു. അപ്പം ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ടാണല്ലോ അല്ലേ? അതെ. ഞാൻ 2019 റിട്ടയർഡ് ആയതാണ് ആർമിയിൽ നിന്ന്. ഓക്കെ. പിന്നെ ലാസ്റ്റ് ഗാങ്ടോക്കിലായിരുന്നു, സിക്കിം ഗാങ്ടോക്കിലായിരുന്നു സർവീസ് ചെയ്തത്. യുദ്ധം വല്ലതും നേരിട്ട് കണ്ടിട്ടുണ്ടോ? അതാ ഞാൻ ചോദിക്കാൻ വരെയായിരുന്നു. കാർഗിൽ ഇല്ല, ഒരു പട്ടാളക്കാരെന്ന് പറയുമ്പോൾ ആദ്യം എല്ലാവരും ചോദിക്കുന്ന ഒരു യുദ്ധം ഏതെങ്കിലും അഭിമുഖീകരിച്ചിട്ടുണ്ടോന്നാണ്. അപ്പം വെച്ചാൽ നമുക്കറിയാം 1999 ശേഷം അങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു യുദ്ധം നടന്നിട്ടില്ല. പക്ഷെ ഒരു പട്ടാളക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ അവർക്കറിയാം അവരുടെ ഓരോ ജീവിതവും ഒരു യുദ്ധമാണ്, ഓരോ ദിവസവും ഒരു യുദ്ധമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് പിന്നെ ഓരോ ദിവസവും ഇങ്ങനെയാണെന്ന് വിവരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അത് അറിയുന്നവർക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ റിസ്ക് അല്ലേ അത്? എപ്പോഴും നമ്മുടെ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിനെ കാത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കാം. അതെ. പക്ഷെ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വക സല്യൂട്ട്, ബിഗ് സല്യൂട്ട്.